ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഓരോരുത്തരും ഇന്ന് ധ്യാനിക്കുക. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് തമ്പുരാൻ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം എപ്രകാരമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നാം അത് തിരിച്ചറിയാറില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ആ അനുഭവം എത്രമാത്രം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് സംഭവിക്കുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ദൈവത്തെ തിരിച്ചറിയാതെ, ആ ദൈവത്തെ അനുഭവിക്കാതെ കടന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള നിമിഷങ്ങളിൽ പലപ്പോഴും ആ ദൈവത്തെ തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ എപ്രകാരമാണ് ദൈവത്തെ അനുഭവിക്കുന്നവരായിട്ട് മാറുക? ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞു കൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന കാറ്റിനെ ശ്വാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയമുള്ളവരെ, വിജാതീയരുടെ നാട്ടിലേക്ക് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യരുമൊത്ത് വള്ളത്തിൽ പോകുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. കടൽക്കരയിൽ തന്നെ അനുഗമിച്ചവർക്ക് ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുത്തതിന് ശേഷം മറ്റൊരു ദേശത്തേക്ക് കർത്താവിൻ്റെ വചനം പകർന്നു കൊടുക്കുവാനായി പോകുന്ന യേശുവും ശിഷ്യന്മാരും. തീർച്ചയായും ഒത്തിരിയേറെ ദിവസത്തെ യാത്ര അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്ഷീണിതരായിട്ടാണ് അവർ ഈ യാത്രയിൽ കാണപ്പെടുന്നത്. അങ്ങനെ ഈ അക്കരയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേളയിലാണ് വലിയ ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നത്. എന്നാൽ ഈ വലിയ കൊടുങ്കാറ്റുണ്ടാകുമ്പോഴും വലിയ തിരമാലകൾ വള്ളത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോഴും അതൊന്നും ഗവനിക്കാതെ വളരെ ശാന്തമായി ഉറങ്ങുന്ന യേശുവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും.
പുറത്ത് എന്തെല്ലാം നടന്നാലും യാതൊരു കൂസലുമില്ലാതെ വളരെ സ്വസ്ഥമായി ഉറങ്ങുന്ന യേശുനാഥൻ. എന്നാൽ ശിഷ്യന്മാരുടെ അവസ്ഥ അപ്രകാരമായിരുന്നില്ല. ആദ്യമെല്ലാം തങ്ങളെക്കൊണ്ടാവുന്നതെല്ലാം അവർ ചെയ്തു നോക്കി. പക്ഷേ ഞങ്ങളെല്ലാവരും നശിക്കാൻ പോകുന്ന ഒരവസ്ഥയിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ളത് യേശുവാണല്ലോ എന്ന് അവർ തിരിച്ചറിയുന്നത്. അതുവരെ തങ്ങളുടെ ഗുരു അമരത്ത് ഉറങ്ങുന്നുണ്ട്, അവനെ ഒന്ന് വിളിച്ചുണർത്താൻ അവർ തയ്യാറാകുന്നില്ല. അവനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. മറിച്ച് അവരെല്ലാവരും നശിച്ചു പോകാൻ തുടങ്ങുന്ന ആ ഒരു വേളയിൽ പെട്ടെന്ന് യേശുവിനെ വിളിച്ചു ഉണർത്തുകയാണ്. ഞങ്ങളെല്ലാവരും ഇതാ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിഷമം ആ ചോദ്യത്തെ നമുക്ക് കാണാം, ഒരു പരിഭവം ആ ചോദ്യത്തെ നമുക്ക് കാണാം. അവർ യേശുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്, ഇതാ ഞങ്ങളെല്ലാവരും നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ഉടനെ തന്നെ യേശുനാഥൻ എഴുന്നേറ്റ് കാറ്റിനെ ശ്വാസിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശുനാഥൻ നമ്മുടെ കൂടെ തന്നെ വസിക്കുന്നുണ്ട്. ഇവിടെ ഈ വള്ളത്തിൽ യേശുനാഥൻ അമരത്ത് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ യേശുവിൻ്റെ പ്രസൻസ് തിരിച്ചറിയുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും യേശുനാഥൻ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ പലപ്പോഴും അവൻ്റെ പ്രസൻസ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ, നമുക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി മറ്റുള്ളവർ നമ്മളെ അകറ്റി നിർത്തുന്ന ആ ഒരു അവസരത്തിൽ, ആ ഒരു നിമിഷമായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇവിടെ ശിഷ്യന്മാരും അത് തന്നെയാണ് ചെയ്തത്. അവരെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ആ വള്ളത്തെ നിയന്ത്രിക്കുവാൻ അവർ നോക്കി. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ളവൻ ഇതിനെല്ലാം ശ്വാസിച്ച് നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അവരുടെ മുമ്പിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അവിടെ അമരത്ത് കിടക്കുന്നത്. അതുപോലും ചിന്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ അവസാനമാണ് അവർ അവരെ കുറ്റപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഇതേ രീതി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം നമ്മൾ തളരുമ്പോൾ, അതുവരെ നമ്മളെക്കൊണ്ടാവുന്ന വിധത്തിലെല്ലാം നമ്മൾ പരിശ്രമിച്ച് നോക്കും, നമ്മൾ തെറ്റായ മാർഗങ്ങളെല്ലാം സ്വീകരിക്കും. പക്ഷേ അവസാനം ഒന്നും ശരിയാകുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ യേശുവിനെ അന്വേഷിക്കുക. ആ യേശുവിനെ അന്വേഷിക്കുന്ന വേളയിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്താണ്? അവനെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. കർത്താവ്, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ തരുന്നത്? കർത്താവ്, ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ? ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയല്ലേ? കൃത്യമായി കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയല്ലേ? ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അവസ്ഥ തന്നത്? തീർച്ചയായും ശിഷ്യന്മാരും അത് തന്നെയായിരിക്കാം ചിന്തിച്ചത്. അവർക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് യേശുനാഥൻ വിളിച്ചപ്പോൾ ഇറങ്ങി തിരിച്ചവരാണ് ആ ശിഷ്യന്മാർ. അവൻ്റെ ശുശ്രൂഷകളിലുടനീളം അവനോടൊപ്പം സഞ്ചരിച്ചവർ. എന്നാൽ ഇവിടെ നശിക്കാൻ പോകുമ്പോൾ അതൊന്ന് ഗൗനിക്കുന്നില്ലേ എന്ന ഒരു ചോദ്യത്തിലൂടെ അവരും പരിഭവം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയെല്ലാം ശാന്തമായി എഴുന്നേൽക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ പരിഭവവും അവരുടെ പരാതിയുമൊന്നും ശ്രവിക്കാതെ അവൻ ചാടി എഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളെ തളർത്തിക്കളയുന്ന, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കർത്താവിന് സാധിക്കും. അവൻ്റെ മുമ്പിൽ നമ്മൾ പരാതി പറയേണ്ട കാര്യമില്ല, മറിച്ച് കർത്താവിൽ ആശ്രയം വെച്ചാൽ മാത്രം മതി. കർത്താവിൻ്റെ വലിയ കരുണ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം നമ്മൾ ഒരിക്കലും നശിച്ചു പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ഓരോരുത്തരെയും നേടിയെടുക്കുവാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ കർത്താവ്. തീർച്ചയായും ആ ഒരു കരുതലുള്ളത് കൊണ്ടാണ്, ആ ഒരു കരുണ കാണിച്ചത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ മക്കൾക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ അവിടുന്ന് ഒരിക്കലും തയ്യാറാക്കില്ലായിരുന്നു. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിന് നമ്മൾ എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട്?
നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു പ്രസൻസ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ദേവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന ഒന്നാണോ കർത്താവിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമുള്ളതാണ്. ഒരു ദേവാലയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് നാം ആയിരിക്കുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം നമ്മോടൊപ്പം ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഊണിലും ഉറക്കത്തിലും വേദനയിലും സന്തോഷത്തിലുമെല്ലാം നമ്മുടെ കൂടെ ഉള്ളവനാണ് അവൻ. അങ്ങനെയുള്ള ആ ദൈവത്തെ തിരിച്ചറിയാതെ അവനിൽ ആശ്രയിക്കാതെ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ചാൽ തീർച്ചയായും നമുക്ക് പരാജയം സംഭവിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു പരാജയത്തിലേക്കല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിട്ടുള്ളത്. നമ്മളെ ഓരോരുത്തരെയും നേടിയെടുക്കുവാൻ ആഗ്രഹിച്ച് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ കാൽവരി മലയിൽ നമുക്ക് വേണ്ടി തൂങ്ങി മരിച്ചവൻ ഇന്നും നമ്മുടെ ഓരോരുത്തരെയും ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നേട്ടം കൊണ്ടല്ല, മറിച്ച് അവൻ്റെ വലിയ കരുണ കൊണ്ടാണ്, വലിയ ദയ കൊണ്ടാണ്. അവൻ നമ്മെ ഓരോരുത്തരെയും അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ അവനെതിരെ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ ചെറിയ തരത്തിലുള്ള ഒരു പോറലേൽക്കുമ്പോൾ, ചെറിയ ചെറിയ വീഴ്ചകളുണ്ടാകുമ്പോൾ, നമ്മുടെ ബിസിനസ്സിൽ പരാജയം നേരിടുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് മരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ എന്നെ താഴ്ത്തിക്കളയുമ്പോൾ, അങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം മറന്നു കളയുന്നത് കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യമാണ്. ഇവിടെയെല്ലാം അതിനെ തരണം ചെയ്യാനുള്ള ശക്തി പകരുവാൻ കർത്താവിന് കഴിയുമെന്ന് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മളെക്കൊണ്ട് എങ്ങനെ അതിനെ മറികടക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ പ്രവൃത്തികളിൽ ഏർപ്പെടും. നമുക്കറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോകും, അറിയാവുന്ന അച്ഛന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥനാ സഹായം തേടും. അപ്പോഴും ദൈവത്തിലാണ് നാം ഓരോരുത്തരും ആശ്രയം വയ്ക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിൽ ശരണം പ്രാപിച്ച് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കുവാൻ കർത്താവിന് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്ന ഓരോ വ്യക്തികളുടെ വിശ്വാസ നിമിത്തം അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം ഇന്ന് നിന്നെ രക്ഷയിലേക്ക് നയിച്ചിരിക്കുന്നു എന്നെല്ലാം കർത്താവ് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നുകിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം നിമിത്തമാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് വിശ്വാസം. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം വയ്ക്കുവാൻ നമുക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ദുഃഖങ്ങൾ മാത്രമായിരിക്കാം, ഒന്ന് സന്തോഷിച്ച ഓർമ്മ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ദുഃഖത്തിൻ്റെ ഇടയിലും ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു സമ്മാനമാണ്. തീർച്ചയായും ദൈവത്തിൻ്റെ ആ നിത്യജീവൻ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നാം കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നാം ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും തരത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് അപേക്ഷിക്കുക. സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ ജപമാല ചൊല്ലിയ നിമിഷങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് ഒക്കെ പ്രത്യേകം നന്ദി അർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രമല്ല,
നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷവും കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മളെ സ്നേഹിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ അവനിതാ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു പ്രത്യാശയോടെ നമുക്ക് കർത്താവിനെ ഏറ്റെടുക്കുകയും കർത്താവിൻ്റെ ആശീർവാദം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുകയും ചെയ്യാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,